നമസ്കാരം. റീത സീസണൽ ഗാർഡൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് വഴുതനയിൽ എങ്ങനെയാണ് തക്കാളി ഗ്രാഫ്റ്റ് ചെയ്തത്, അതുകൊണ്ട് എന്താ ഗുണം എന്താണ് ഇതിനോട് നേട്ടം, തക്കാളി വഴുതന ഗ്രാഫ്റ്റ് ചെയ്ത് എന്തൊക്കെ നേട്ടങ്ങളുണ്ടെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ വഴുതന തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ വർഗത്തിൽപ്പെട്ട വിളകളിൽ നമുക്ക് പരസ്പരം ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. തക്കാളി, വഴുതന, പച്ചമുളക് ഇതെല്ലാം വഴുതനവർഗ വിളകളാണ്. വഴുതനവർഗ വിളകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ തക്കാളിയിലേക്ക് വഴുതന ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തക്കാളിയുടെ തണ്ട് തീരെ കട്ടി കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് തക്കാളിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. വഴുതനയിലേക്ക് തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യാം, പച്ചമുളക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരുപാട് വഴുതനയാണ് കേട്ടോ, വലിയൊരു ടൈപ്പ് വഴുതന, നല്ല നീളമുള്ള വഴുതൻ്റെ പേര് ഞാനങ്ങ് വിട്ടുപോയി. ഇത് കായുണ്ടായി പഴുത്ത് കഴിഞ്ഞത് വിളവെടുപ്പിന് പാകമായി നിൽക്കും. ഇതിലാണ് ഞാനൊരു തക്കാളി ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. നോക്കട്ടെ, തക്കാളിയിൽ ഏകദേശം ഇപ്പം 4 കായുണ്ടായി. ഞാൻ എൻ്റെ കൂനൻ്റെ ശല്യം കൊണ്ട് മുളക് പൊടി ഇട്ടാണ് കേട്ടോ. ഒരെണ്ണം പഴുത്തു തുടങ്ങി. ഇത്രയും തക്കാളി ഈ കമ്പേ നിൽക്കുന്നുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പിടിച്ച് കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. തക്കാളി വഴുതനയോട് ചേർന്ന് നന്നായിട്ട് ജോയിൻ്റായി. ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഗ്രാഫ്റ്റാണെന്ന്. ഇത് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുകൊണ്ടൊക്കെ ഇനി വീണ്ടും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടോ, ഈ വഴുതന തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കായുണ്ടായതാണ് ഇത് ഉണ്ടോ. നമുക്ക് വീണ്ടും ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം. ഇത് വേറെ ഒരു തരം വഴുതന ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് വേറെ ഒരു തരം വഴുതന ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഗ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാം. നിങ്ങൾക്കിത് ചെയ്തു നോക്കാമെന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.